നിറച്ച് ചെമ്പരത്തി പൂ. ഇന്നൊരു വെറൈറ്റി ചെയ്താലോ എന്ന് കരുതി ഒരു 6 ചെമ്പരത്തി എടുത്ത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ നല്ലപോലെ തിളപ്പിച്ചെടുത്തു കേട്ടോ. തിളപ്പിച്ചെടുത്തപ്പോൾ പഞ്ചസാര ഇട്ടു. പഞ്ചസാര ഇടുന്ന വീഡിയോ എടുക്കാൻ മറന്നുപോയേ. പഞ്ചസാരയൊക്കെ ഇട്ട് കഴിഞ്ഞ് നല്ലപോലെ തിളച്ച് ചെമ്പരത്തിയുടെ കളറൊക്കെ വെള്ളത്തിലോട്ട് എടുത്തപ്പോൾ ആ ചണ്ടി അങ്ങോട്ട് എടുത്ത് മാറ്റി വെച്ചു. അതിലേക്ക് ഒരു ഏലക്ക, ഒരു ചെറിയ കഷ്ണം ഗ്രാമ്പൂ ഇട്ടു. എന്നിട്ട് ഒരു സ്പൂൺ ജലാറ്റിനോട് ചേർത്ത് നല്ലപോലെ ഇളക്കിയിട്ട് തണുത്ത് കഴിഞ്ഞപ്പോൾ ഒരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി ഇത് നമുക്കൊരു 3 മണിക്കൂർ തികച്ച് വേണ്ട കേട്ടോ, ഒന്ന് ഫ്രീസ് ചെയ്ത് എടുക്കണേ. അങ്ങനെ അത് ഒന്ന് എടുത്ത് നമ്മൾ നേരെ ഫ്രീസറിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഒരു 3 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. നമ്മുടെ ജെല്ലി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല കളറുണ്ട്. ആ ചെമ്പരത്തിയുടെ ആ കളറ് കിട്ടിയിട്ടില്ലെങ്കിലും ഒരുവിധം നല്ല കളറൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ എടുത്ത് വന്നപ്പോൾ പകുതി മുറിഞ്ഞു പോയി കേട്ടോ. ആ പകുതി കൊണ്ട് അവൻ പോകാൻ നോക്കിയെങ്കിലും കൊടുത്തില്ല. അങ്ങനെ ഒരു പീസ് മുറിച്ച് കിട്ടി. ഇനി അടുത്ത ഒരു കഷ്ണം കൂടെ മുറിക്കണം. ഒരു മിനിറ്റ് ഒന്ന് മാറിയപ്പോഴത്തേക്ക് അതിൻ്റെ പകുതിയും കൊണ്ട് പിള്ളേർ പോയി കേട്ടോ. എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു ചെറിയ കറുവയുടെയും ഏലക്കയുടെയും നല്ല മധുരവും ചെമ്പരത്തിയുടെ ഒക്കെ ആയപ്പോൾ സൂപ്പറായിരുന്നു കേട്ടോ. വെറുതെ ഒന്ന് വെറൈറ്റി പരീക്ഷിച്ച് നോക്കിയതാണ്. ജ്യൂസ് ഉണ്ടാക്കി എടുക്കാറുണ്ട് ഇടയ്ക്ക്, എന്നാലും ഇങ്ങനെയൊന്ന് പരീക്ഷിച്ച് നോക്കി. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.